മാഷിന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസാമുസ്തു. വന്നേ. രാത്രി റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തുടങ്ങി നടുവിനൊരു വേദന. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖമുള്ളത് കൊണ്ട് കാര്യമാക്കിയില്ല. മേലുകൈക്ക് കിടന്നതാ. കാലിനടിയിലൂടെ എന്തോ പോയതുപോലെ. നോക്കിയത് അഞ്ചു അലറിക്കൊണ്ട് അരുണിനെ വിളിച്ചു. ഹാളിൽ ആരോടോ സംസാരിച്ചിരുന്ന അരുൺ അഞ്ചുവിൻ്റെ ശബ്ദം കേട്ടതും റൂമിലേക്ക് ഓടി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. വിക്കിയും ലച്ചു വന്ന് മയങ്ങി തുടങ്ങിയതും ലച്ചുവിന് കോൾ വന്നിരുന്നു. മമ്മയാണെന്ന് കണ്ടതും ലച്ചുവിൻ്റെ വയറൊന്നാളി. ഈ നേരത്ത് അത് മമ്മ. കാര്യം അറിയും മുന്നേ തന്നെ ലച്ചു ഫോണുമായി ബാത്റൂമിലോടി. തിരിച്ചിറങ്ങിയപ്പോഴേക്കും വിക്കി എണീറ്റിട്ടുണ്ട്. വിക്കി, അഞ്ചു എൻ്റെ കുഞ്ഞൻ വന്നു എന്ന് കയ്യിലെ ടർക്കി മാറ്റി ഓടി നെഞ്ചോട് ചേർന്ന് പറയുന്നവളെ വിക്കി ചിരിയോടെ കൂട്ടിപ്പിടിച്ചു. പോകട്ടെ നമുക്ക്, നീ റെഡിയാവും. മമ്മ രാവിലെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. നമുക്ക് പോയാലോ? അവളുടെ മുഖത്തെ വിഷമം മനസ്സിലാക്കി ഉള്ളിലെ ആഗ്രഹം പോലെ വിക്കി ചോദിക്കേ ലച്ചു തലയാട്ടി. എന്നാൽ പോയി പെട്ടെന്ന് റെഡിയാവാ, അപ്പോഴേക്ക് ഞാൻ ഫ്രഷായി ഇറങ്ങാം. കവളി വന്ന തലോടി നെറ്റിയിൽ തടഞ്ഞ് മുഴിയൊഴുക്കി കൊടുത്ത് വിക്കി പറയേ ലച്ചു നിറഞ്ഞ സന്തോഷത്തോടെ വിക്കിയെ മുഖമുയർത്തി നോക്കി. പിന്നെ ആ ചുണ്ടിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് ലച്ചു വേഗം റെഡിയാവാൻ പോയി. വിക്കിയും ഒരു കള്ളച്ചിരിയുടെ ഏതോ ഒരു പ്രണയപ്പാട്ടിൻ്റെ വരികളും മൂളി ബാത്റൂമിലേക്ക് കയറി. അഞ്ജനോട് ചേർന്ന് കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ അരുൺ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. വെള്ള ടർക്കിയിൽ മഞ്ഞ പോലൊരു കൊച്ചു സുന്ദരൻ. തൊട്ടാൽ നീങ്ങിപ്പോകുമോ എന്ന് തോന്നിക്കോലും മൃദുലമായ ശരീരത്തിൽ അരുൺ പതിയൊരു ചുംബനം നൽകി. അഞ്ചു നല്ല മയക്കത്തിലാണ്. ഇടക്കൊന്ന് കുഞ്ഞിനെ കണ്ട് പാല് കൊടുക്കാൻ കണ്ണു തുറന്നതാണ്. അരുണിനെ നോക്കി കണ്ണിൽ വെള്ളം നിറച്ച് ഒരേ കിടത്തമായിരുന്നു. നേഴ്സ് വന്നിട്ട് ഉറങ്ങാൻ പറഞ്ഞപ്പം അരുൺ കൂടെ നിർബന്ധിച്ചുറക്കി. പുറത്തിറങ്ങിയപ്പോൾ കണ്ടു റൂം നമ്പർ നോക്കി വരുന്ന ലച്ചുവിനെയും വിക്കിയെയും. മമ്മയും പപ്പയും ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. അവനെ കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയോ വാങ്ങിക്കാൻ കൊണ്ടുപോയതാണ് മമ്മ പപ്പയെ. ലച്ചുവിനെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അറിയിച്ചില്ലെങ്കിൽ അവൾ ഭൂമി ഇറക്കി മറിക്കുമെന്ന് പപ്പ പറഞ്ഞപ്പോഴാണ് അറിയിക്കാൻ പറഞ്ഞത്. എന്നെ പുറത്ത് കണ്ടതും ലച്ചു ഓടി വന്ന് കയ്യിൽ പിടിച്ചു. അരുൺ അവളെ ചേർത്ത് പിടിച്ചതും ഒട്ടും ക്ഷമയില്ലാത്തവളെ പോലെ ലച്ചു അകത്തേക്ക് കയറി. ഉള്ളതിൽ വെച്ച് ഏറ്റവും VIP റൂമിലായിരുന്നു അഞ്ചു. അത് പിന്നെ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വിക്കി അരുണിനെ വിഷ് ചെയ്ത് കൈ കൊടുത്ത് ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. രാവിലെ ആയതും അഞ്ജുവിനെ കാണാൻ വരുന്നവരെ കണ്ട് നേഴ്സിന് തന്നെ ആകെ കിളിപോയി. അങ്ങനെ കൊച്ചു കണ്ണനെ കണ്ടും തലോലിച്ചും ടീംസ് ഒന്നാക്കി ഹോസ്പിറ്റലിൽ കൂടിയപ്പോൾ അഞ്ജുനും അരുണും കുഞ്ഞിനെ കാണാൻ പോലും കിട്ടാതെയായി. അവനെപ്പോഴും ഉറക്കമാണെങ്കിലും കൂടെ ജുബിയും ലച്ചുവും പൊടിയും ഇനുവും കൂടെ എടുത്തുകൊണ്ട് നടപ്പാണ്. അരുണേട്ടാ. ഉച്ചക്കുള്ള ഭക്ഷണം കഴിച്ച് ബെഡിലേക്ക് കിടക്കാൻ നേരത്താണ് അരുൺ അകത്തേക്ക് കയറി വന്നത്. കുഞ്ഞിന് പാല് കൊടുത്ത് കിടത്തിയത് കൊണ്ട് തന്നെ അരുൺ വേഗം അഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവരൊക്കെ പോയോ? അല്ലേ, ആളും ബഹളമൊന്നും കേൾക്കാനില്ലല്ലോ. അരുണിൻ്റെ കൈ പിടിച്ച് അടുത്തേക്ക് ഇരുത്തിപ്പിച്ച് അഞ്ജു ചോദിക്കേ അരുൺ പൊട്ടി വന്ന ചിരിയൊക്കെ അവളെ നോക്കി. നേഴ്സ് എന്നോടിപ്പോൾ ചോദിക്കുക നാളെ ഡിസ്ചാർജ് ആകുന്നോ, ആരെയും അറിയിച്ചിട്ടില്ലല്ലോ എന്ന്. അത് കേട്ട് അഞ്ജുവും ചിരിച്ചുപോയി. അരുണിൻ്റെ കണ്ണുകൾ മുന്നിൽ ഇരിക്കുന്നവൾ മാത്രമായി ഒതുങ്ങി അവനവളെ വാരി ചുംബിക്കാൻ തോന്നി. അവൾ സഹിച്ച വേദനയെല്ലാം സ്നേഹിച്ച് ഇല്ലാതെയാക്കാൻ ഉള്ളം തുടിച്ചു. അരുൺ അങ്ങനെ തന്നെ അഞ്ജുവിനോട് പറഞ്ഞപ്പം വയറിനൊരു കുത്തു കിട്ടി. കിട്ടിയ സ്നേഹമൊക്കെ മതി, ഇനി കുറച്ച് കാലേ ഞാൻ അതൊക്കെ ഓർത്ത് വെച്ചിരുന്നോളാം. എൻ്റെ പൊന്നു മാഷ് സ്ഥലം വിടാൻ നോക്ക്. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടൂ. അയ്യടാ, സ്നേഹിക്കാൻ വന്നേക്കുന്ന ഒരാൾ ഇനി 2 മാസം ഞാൻ അമ്മയുടെ അടുത്താണ്, അവിടെ വീട്ടിൽ വന്ന് നിൽക്കാൻ. ആര്? അതൊന്നും നടക്കില്ല, എനിക്ക് നിങ്ങളെ കാണണ്ടേ. കേട്ടത് അരുണിൻ്റെ മുഖഭാവം മാറി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അരുണേട്ടാ, നാട്ടു നടപ്പ് അങ്ങനെയാണ്. ഇനി ഓരോ ദിവസം എന്തോരം ശുശ്രൂഷയുള്ളേ. അഞ്ചു എത്ര പറഞ്ഞിട്ടും അരുൺ ഒരു നിലക്കും അത് സമ്മതിക്കുന്നില്ല. പിറ്റേന്ന് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ സമയമായെന്ന് അരുൺ അഞ്ജുവിൻ്റെ അമ്മയെ കണ്ട് സംസാരിക്കാൻ സമയം കിട്ടിയത്. കാര്യം പറഞ്ഞപ്പോൾ ആദ്യം അരുണിനെ ആട്ടിവിട്ടത് അരുണിൻ്റെ അമ്മ തന്നെയാണ്. വീട്ടിൽ ആളെ നിർത്താൻ തുടങ്ങി പലതും പറഞ്ഞെങ്കിലും അവസാനം അരുൺ തോറ്റുപോയി. വീട്ടിൽ കൊണ്ടാക്കി 2 പേർക്കും തയ്യാറാക്കിയ റൂമിലേക്ക് കയറ്റുമ്പോൾ അരുണിൻ്റെ കണ്ണുകൾ അവൻ്റെ പ്രിയപ്പെട്ടവരിലായിരുന്നു. അതെല്ലാം അഞ്ചു കാണുന്നുണ്ടായിരുന്നെങ്കിലും അമ്മക്കും ബാക്കിയുള്ളവർക്കും ഞങ്ങളെടുത്ത് കിട്ടാൻ എന്തോരം ആഗ്രഹമുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് അഞ്ചു എല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. 6 മണിയായിരുന്നു അരുൺ തിരിച്ചു പോകുമ്പോൾ. അരുൺ പോയത് ആദ്യമൊന്നും അഞ്ജുവിന് പ്രശ്നമില്ലായിരുന്നു. രാത്രി അമ്മയുടെ കൂടെ കിടക്കുമ്പോഴും കുഞ്ഞിക്കണ്ണൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും മനസ്സ് അരുൺ എന്ന ഒരാളിൽ മാത്രം കുരുങ്ങിക്കിടക്കുമായിരുന്നു. 9 മാസത്തോളമായി അരുണിൻ്റെ ചൂടറിഞ്ഞ് ആ നെഞ്ചിൽ കിടക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് സങ്കടം മാറി ദേഷ്യമായി. രാവിലെ തന്നെ അത് മുഴുവൻ അമ്മയോട് തീർത്തു. ഉറങ്ങിയിട്ടില്ല, സ്റ്റിച്ച് വേദനയാണെന്ന് പറഞ്ഞിട്ട് അരുണേട്ടനെ വിളിക്കാൻ പറഞ്ഞു. എന്നാൽ അവിടെയും കുഞ്ഞേട്ടൻ കൊണ്ടുപോയി എന്നല്ലാതെ അരുണേട്ടൻ വന്നില്ല. എവിടെ പോയി അരുണേട്ടൻ? അഞ്ജുവിൻ്റെ ചിന്ത മുഴുവൻ അതായിരുന്നു. തലക്കകത്തൊരു കനറിഞ്ഞപ്പം അരുൺ പതിയൊന്ന് കണ്ണു തുറക്കാൻ ശ്രമിച്ചു. ഡാ, നീ എവിടെ? നേരെ ബീച്ചിലെ റെസ്റ്റോറൻറ്റിലേക്ക് വാ. റാഷിയും ബാക്കിയുള്ളവരും വിളിച്ചപ്പം ചെന്നതാണ്. അവന്മാർക്ക് പാർട്ടി വേണമെന്ന് പറഞ്ഞിട്ട്. ഭക്ഷണം കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ പോയത്. എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം പോയിട്ടും കണ്ണനൊന്നും അടഞ്ഞതുപോലുമില്ല. അവസാനം പപ്പയുടെ റോക്കറ്റ് തുറന്ന് ഒരു ബോട്ടിൽ പൊട്ടിച്ച് തുടങ്ങിയതാണ്. എപ്പോൾ ഉറങ്ങിപ്പോയെന്ന് അറിയില്ല. അഞ്ജു, എൻ്റെ പെണ്ണില്ലാതെ പറ്റുന്നില്ല ഒരു നിമിഷം പോലും.
ഇനിയും പറ്റില്ല. ചെന്നിട്ട് കാല് പിടിച്ചിട്ടാണേലും അമ്മയെ സമ്മതിപ്പിക്കണം. ഞാൻ നോക്കിക്കോളാം എൻ്റെ പെണ്ണിനെ, എൻ്റെ കുഞ്ഞിനെന്ന് പറയണം. കണ്ണും മുഖവും അമർത്തി തുറച്ച് അരുണൊരു വിധം എണീറ്റ് ഫ്രഷായി ഇറങ്ങി. നേരെ അഞ്ജുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് പൊടിയുടെ അമ്മ വഴി അഞ്ജു ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞത്. അങ്ങോട്ട് പോകാൻ നേരത്താണ് കിച്ചുവിൻ്റെ കാറിൽ അവർ വന്നിറങ്ങിയത്. അമ്മയുടെ കൈകളിൽ കുത്തനെ നോക്കണേ, എൻ്റെ പെണ്ണിനെ നോക്കണേന്ന് അറിയാതെ ഒരു നൃത്തം നിന്നപ്പാണ് ഒരുത്തി എൻ്റെ അടുത്തേക്ക് വന്നത്. അവൾ മുഖത്തേക്ക് നോക്കി നിന്നതും പെണ്ണൊരൊറ്റ തട്ടും തട്ടി അകത്തേക്കൊരു പോക്കായിരുന്നു. ഇതെന്തപ്പോൾ സംഭവം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് കിച്ചു എന്ന് അകത്തേക്ക് കൂട്ടിയത്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയതും ബെഡിൽ കുഞ്ഞിന് പാല് കൊടുത്തിരിക്കുന്നവളെ കണ്ട് അങ്ങോട്ട് ചെന്ന് അടുത്തായിരുന്നു. അഞ്ജു വിളി കേട്ടില്ല, മാത്രമല്ല മുഖം തിരിച്ചു കളഞ്ഞു. അഞ്ജുസേ പെണ്ണേ. ഇത്തവണ അരുണിൻ്റെ ശബ്ദം മാറിയതും അഞ്ജു എന്ന് അവന് നേരെ തലതിരിച്ചു. പക്ഷെ മുഖത്ത് നോക്കിയില്ല. സോറിഡി, ഇന്നലെ ചെറുതായി ഒന്ന് കുടിച്ചു. ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അഞ്ജു, ഞാൻ എന്താ നിന്നോട് പറയാ? എനിക്ക് പറ്റണില്ല നീ ഇല്ലാതെ. നിനക്ക് അറിഞ്ഞൂടെ നീ ഇല്ലാതെ എനിക്ക് വയ്യാന്ന്? ആ വിഷമത്തിലാണ്. സോറി. മുന്നോട്ട് വന്ന അഞ്ജുവിൻ്റെ കരം കവർന്ന് ചുണ്ടോട് ചേർത്ത് അരുൺ പറയെ അറിയാതവൻ വിതുമ്പിപ്പോയി. അരുണേട്ടാ, നമുക്ക് പോകാം. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തിരിച്ച് കണ്ണിൽ വെള്ളം നിറച്ച് ചോദിച്ചപ്പം അരുണിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അല്ലെങ്കിലും അരുൺ പിണക്കം കാണിക്കുന്നത് പോലെ അല്ലല്ലോ അഞ്ജു. അരുണെന്ന് വേദനിച്ചെന്ന് കണ്ടപ്പം അവളുടെ എല്ലാ വിഷയവും മറന്നുകൊണ്ട് അവൾ കൂടെ വിതുമ്പി. അത്രയേ ഉള്ളൂ എല്ലാം. അപ്പം അമ്മ? അതൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറോ? ആരോട്? അഞ്ജുവിൻ്റെ തോളിൽ തട്ടി ചോദിക്കെ പെണ്ണൊന്നുകൂടെ തലയിട്ട് നെഞ്ചിലേട്ട് മുഖമുരിസി. പറ അഞ്ജു. അവൾ പറയുന്നതെന്ന് കാണെ അരുൺ അവളെ തോളി പിടിച്ചു മാറ്റി ചോദിച്ചതും ഒരുത്തിരുന്ന് ചിരിക്കുന്നു. അരുൺ എന്തെന്ന പോലെ പുരുക്കമുയർത്തിയതും പിന്നെ അവൾ പറയുന്ന കാര്യം കേട്ട് അരുൺ വാ പൊളിച്ചു പോയി. തുടരും ബാക്കി. ബൈ ബൈ.